ഭയങ്കര ദുഷ്ടനായിട്ടുള്ള വില്ലനൊന്നുമല്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് വില്ലനാവുന്ന ഒരാളാണ്. അതും ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഈ എന്താ പറയാ, ഒരു ഗുണ്ടാ സെറ്റപ്പ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം എനിക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ ഞാൻ അയാളെ നോക്കുന്നു, അയാൾ എന്നെ നോക്കാൻ കാത്തിരിക്കുന്നു, ഒരു കത്ത് കൊടുക്കുന്നു, അതിന് റിപ്ലൈ വരാൻ കാത്തിരിക്കുന്നു. ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഡേ മീറ്റ് ചെയ്ത് കഴിഞ്ഞാല് സെക്കൻഡ് സെറ്റായി. എനിക്ക് ചില ആൾക്കാരുടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ലാലേട്ടൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട ലാലേട്ടൻ ഫാനാണ്. എന്റെ 2 ഫോണ്ട് വാൾപേപ്പർ ലാലേട്ടൻ. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഒരിക്കലും ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ വിചാരിക്കും ഇവര് ഭയങ്കര ആരെയാണ്, പക്ഷെ ഇവരൊക്കെ ഭയങ്കര സാധാരണ. എനിക്ക് നമ്മുടെ സായികുമാർ സാറിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, പുള്ളി വന്നിരുന്നിട്ട് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴാണെങ്കിലും പുള്ളിയുടെ ഫേസിലൊക്കെ ഒരു എക്സ്പ്രഷൻസ് ഉണ്ട്, ഭയങ്കരമായിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അയ്യോ രക്ഷ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഈ ഓൺലൈൻ എന്താ പറയാ, കുറെ ആൾക്കാർ തള്ളുന്ന കഥ കേട്ടിട്ട് പോയി സിനിമ കാണാണ്ടിരിക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടിട്ട് പറയുന്നുണ്ടെങ്കിൽ, കാരണം ഇന്നത്തെ എൻ്റെ ഒരു പടത്തിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാൻ അതോടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ കയറി തള്ളി വിടുന്നതാണ്. അത് എൻ്റെ കഴിഞ്ഞ പടത്തിന് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ പടം കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും പടം കണ്ടിട്ട് മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണ്ട, അല്ലെങ്കിൽ മോശമാണെന്ന് നല്ലതാണെന്ന് പറയുന്നത് പോയി കണ്ടോ, പ്രശ്നമില്ല. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിൽ എത്താൻ പോകുന്ന ഒരു നടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം. ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബാജിയോ. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൽപ്പട സെറ്റിലാണ്. കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മൂവിയാണ് സ്മാർട്ട് ഫോൺ. ഈ സ്മാർട്ട് ഫോൺ പ്രണയത്തിലെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? സ്മാർട്ട് ഫോൺ പ്രണയത്തിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. വില്ലനാണോ? വില്ലനാണ്. അതിൻ്റെ അകത്തൊരു 2 മേക്ക് ഓവർ ഉണ്ട്. പിന്നെ ക്യാരക്ടറിനെ പറ്റി മുഴുവൻ പറയുന്നില്ല, സസ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തുന്നത്? ആക്ച്വലി ഇതില് നായികയായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടി എന്റെ ഫ്രണ്ടാണ്, അശ്വതി. നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എന്തെങ്കിലും വർക്കുകൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഫർ ചെയ്യാറുണ്ട്. അപ്പം പുള്ളിക്ക് 1-2 സീൻസ് ഉണ്ട്, ഒരുമിച്ചുള്ള സീൻസ് ഉണ്ട്. അപ്പൊ ആൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനായിട്ട് ടീമിന്റെ അടുത്ത് പറഞ്ഞപ്പം അവൾ എന്നെ റെഫർ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒന്ന് ജോയിൻ ചെയ്യുന്നത്. സോ ആ ടൈമിൽ അങ്ങനെ വർക്ക്ഔട്ടായി. അപ്പൊ ഈ ഒരു സിനിമയിൽ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോ വില്ലനാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതുവരെ ചെയ്ത കുറച്ച് റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഭയങ്കര ഡിഫറെന്റ് ആണോ? ഫസ്റ്റ് ടൈം ആണോ വില്ലൻ ക്യാരക്ടർ? പക്ക വില്ലനായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. മറ്റു പടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3-4 പടത്തിൽ ക്യാരക്ടറുകൾ ഞാൻ ചെയ്തത്. പിന്നെ ഒരു 3 പടത്തിൽ നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ടുള്ള ഫസ്റ്റ് പടം ഇതാണ്. അത്യാവശ്യം കുഴപ്പമില്ല. എന്തൊക്കെ ഒരു ഡിഫറൻസ് ആയിരുന്നു തോന്നിയത്? എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ചെയ്ത മീൻസ് ഡിഫറൻസ് ആ ഒരു ക്യാരക്ടറിലോട്ട് വരാൻ വേണ്ടിട്ട്. വില്ലെന്ന് പറയുമ്പോ തന്നെ നമ്മൾ ആ ഒരു ദുഷ്ടയും അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ദുഷ്ടനായിട്ടുള്ള വില്ലനൊന്നുമല്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് വില്ലനാവുന്ന ഒരാളാണ്. അതും ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഈ എന്താ പറയാ, ഒരു ഗുണ്ടാ സെറ്റപ്പ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതിന് ഞാൻ ആക്ച്വലി ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരാളല്ല. ഈ ഒരു പുള്ളിക്ക് മീൻസ് ഒരു ക്യാരക്ടറിൽ ഇതിനകത്ത് വരുന്ന ഒരാള് ത്രൂ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുന്ന ഒരു സീനാണ്. അറിയാണ്ട് ചെന്നല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ എന്റെ പരിപാടി ശരിക്കും പറഞ്ഞാൽ ഇതല്ല, എന്റെ പരിപാടി വേറെയൊക്കെയാണ് സിനിമയുടെ അകത്ത്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റർ ആവുന്നു. അപ്പൊ അങ്ങനെ ബാക്കി കംപ്ലീറ്റ് ആയി പറയാൻ മുഴുവനായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ പ്രണയം എന്നുള്ള ടൈറ്റില് തന്നെ ഭയങ്കര ഫോണായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവല്ലേ. അപ്പൊ ഏത് ജോണറാണ് നമ്മുടെ സിനിമ വരുന്നത്? സിനിമ ജോണർ വേണമെങ്കിൽ കുറച്ച് ത്രില്ലർ എന്ന് പറയാം, എന്നാ കംപ്ലീറ്റ് ത്രില്ലറും അല്ല. ആക്ച്വലി എനിക്ക് ത്രൂ ഔട്ട് അല്ല ഞാൻ അതിനകത്ത്. ഞാൻ വന്നു പോകുന്നൊരു ഗസ്റ്റ് റോളൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി സിനിമയെ പറ്റി പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ എൻ്റെ ഡപ്പോഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ റിവ്യൂ കണ്ടിട്ടുള്ളൂ.
സോ ജോണർ കറക്റ്റ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോ എല്ലാരും മനസ്സിൽ വരുന്നതായിരിക്കും ഒരു പ്രണയമായിരിക്കാം എന്നുള്ളത്. അപ്പൊ ഈ സ്മാർട്ട് ഫോണും പ്രണയം എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര ഡേഞ്ചർ ആണല്ലോ ഇപ്പത്തെ ഒരു കാലത്ത്. അപ്പൊ അതേപോലെ ഡേഞ്ചർ തന്നെയാണ് ഇവര് കാണിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മൾ ഭയങ്കര സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഈ മൂവിയിലുണ്ട് എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അത് വന്നതിന് ശേഷം നല്ലതുണ്ടായിട്ടുണ്ട്, മോശമുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മോശം സൈഡ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു അന്ന് കാണിച്ചു തരുന്ന ഒരു സാധനമാണ് ഈ പടം. ഈ ഒരു സിനിമയിലൂടെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഡിഫറൻസ് മനസ്സിലാവോ ഈ നമ്മൾ ഈ സ്മാർട്ട് ഫോൺ വരുന്ന മുന്നത്തുള്ള ഒരു റിലേഷൻഷിപ്പും അതിനുശേഷം ചാൻസ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം എനിക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ ഞാൻ അയാളെ നോക്കുന്നു, അയാൾ എന്നെ നോക്കാൻ കാത്തിരിക്കുന്നു, ഒരു കത്ത് കൊടുക്കുന്നു, അതിന് റിപ്ലൈ തരാൻ കാത്തിരിക്കുന്നു. ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഡേ മീറ്റ് ചെയ്ത് കഴിഞ്ഞാല് സെക്കൻഡ് സെറ്റായി. അത് ഭയങ്കര സ്പീഡായി. സോ ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ മൂവിയിലാണെങ്കിലും ഹേമന്ത് പോലത്തെ കുറച്ച് സീനിയേഴ്സ് ആയിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഹേമന്തിന്റെ ഒക്കെ ഉള്ളൊരു നല്ല എക്സ്പീരിയൻസ്? എനിക്ക് ആക്ച്വലി ഹേമന്തായിട്ടാണ് കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ സായികുമാർ സാർ ഉണ്ട്, അതുപോലെ പത്മനാഭ സാർ, അവരായിട്ട് ചെറിയൊരു സീനുള്ളൂ, ക്ലൈമാക്സ് പോർഷനിലൊരു പോർഷനുള്ളൂ. പക്ഷെ എല്ലാവരും ഭയങ്കര എന്താ പറയാ സപ്പോർട്ടീവ് ആയിട്ടാണ്. എസ്പെഷ്യലി എടുത്തു പറയാണ്ട് തന്നെ സായികുമാർ സാർ വന്ന സമയത്ത് നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പുള്ളിനെ കാണുന്നത്. കാരണം ഒരുപാട് പടങ്ങൾ ടെൻഷൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല, എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാല്. എനിക്ക് ആക്ച്വലി ഇപ്പം ഓപ്പോസിറ്റ് എത്ര വലിയ ആള് വന്നിരുന്നാലും എനിക്ക് ടെൻഷന്റെ പ്രശ്നമില്ല. എനിക്ക് ചില ആൾക്കാരുടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ലാലേട്ടൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട ലാലേട്ടനാണ്, എന്റെ 2 കൊണ്ട് വോൾപേപ്പർ ലാലേട്ടനാണ്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഒരിക്കലും ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും ഇവര് ഭയങ്കര ചാടിയാണ് അങ്ങനെയാണ്, പക്ഷെ ഇവരൊക്കെ ഭയങ്കര സാധാരണ. എനിക്ക് നമ്മുടെ സായികുമാർ സാറിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ പുള്ളി വന്നിരുന്നിട്ട് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴാണെങ്കിലും പുള്ളിയുടെ ഫേസിലൊക്കെ ഒരു എക്സ്പ്രഷൻസ് ഉണ്ട്, ഭയങ്കരമായിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അയ്യോ രക്ഷയില്ല. പുള്ളി അതുപോലെ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കുറച്ച്. എന്നിട്ടുമാണ് നമ്മുടെ സിനിമയിലേക്ക് വരുന്നതും. പുള്ളിക്കാണെങ്കിൽ നടന്നു വരുന്ന ഷോട്ട് ഉണ്ട്. സോ പുള്ളി ആ ഒരു പ്രായം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളല്ല പുള്ളി അതിന് ചിന്തിക്കുന്നത്. പുള്ളി ചെയ്യുന്ന സാധനം എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഈവൻ ഞാൻ പറയില്ലേ, പുള്ളിയുടെ ഓരോ നോട്ടത്തില് ഓരോ ചിരിയില് ഒയ്യോ ഭയങ്കര അർത്ഥങ്ങളാണ്. ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നമ്മുടെ ഒടിയന്റെ ഷൂട്ട് എടുക്കുന്ന സമയത്ത്. ഞാൻ അതിരപ്പള്ളി കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു KCB കോൺട്രാക്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഷൂട്ടിന് വന്നപ്പോ ഒറ്റ നോട്ടം. എന്നാലും ശരിക്കും അടുത്തിരുന്ന് കാണാൻ അല്ലെങ്കിൽ അഭിനയിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, പുള്ളിനെ കണ്ടെന്ന് പറഞ്ഞത് അവിടെ ഷൂട്ടിന് വന്ന സമയത്ത് പുള്ളി വന്ന് ഇറങ്ങിയപ്പോ എല്ലാവരും പറഞ്ഞു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കരുത്, നമുക്കിത് കണ്ട് നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്ന് ഇറങ്ങി കഴിക്കാൻ ലാലേട്ടൊന്ന് വിളിട്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ജസ്റ്റ് തിരിഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ആ സമയത്ത് എന്തൊക്കെയോ ടെൻഷനിലാണ് വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞ് സൈലന്റ് ആവാൻ പറഞ്ഞത്. നമുക്കതൊന്നും പറ്റില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ്. കാരണം വെച്ചാല് എനിക്ക് സിനിമയോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനോട്. ഞാൻ മറ്റുള്ളവർ എനിക്ക് ഇഷ്ടമുള്ള നല്ല പറഞ്ഞു, മറ്റുള്ളവർ എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും. മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ വോട്ട് പറയും, ഇത് ആക്ടർ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ലാലേട്ടന്റെ ഫാനാണ്. ആദ്യം മുതലേ സിനിമകളോട് ആഗ്രഹം കൊണ്ട് വന്നതാണോ? ആക്ച്വലി എനിക്ക് ചെറുതിലൊരു സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് അഭിനയിക്കാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയമാണ്. ഈവൻ എനിക്കൊരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ ഒരു ഫിലിം റിലേറ്റഡ് ഒരു ഈവൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ല. സോ നമുക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതല്ലാണ്ട് സിനിമ കാണുന്നതായിട്ട്. ഞാൻ എന്റെ കസിൻസും ഫ്രണ്ട്സൊക്കെ ഏറ്റവും കൂടുതൽ സ്പോർട്സ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ. എന്റെ ഒരു ബ്രദർ ഉണ്ട്, പുള്ളി അത്യാവശ്യം ക്രിക്കറ്റർ ആവും. ഒരു ആക്സിഡന്റ് വന്നതിന് ശേഷമാണ് പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തത്. ഇവരെല്ലാവരും വരുമ്പോൾ പറഞ്ഞാൽ തറവാട്ടിലാണെങ്കിലും ഫുൾ സ്പോർട്സിന്റെ ടീമുകളാണ്. പക്ഷെ ഞാൻ ഇവർ സ്പോർട്സ് ചാനൽ വയ്ക്കുമ്പോൾ ഞാൻ സിനിമ ചാനൽ വയ്ക്കുന്ന ഒരാളാണ്. എനിക്ക് അത്രയും ക്രേസ് ആണ് സിനിമ. പക്ഷെ എനിക്ക് അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു ക്രേസ് ഉണ്ടാകുന്നില്ല. പിന്നെ ഞാൻ +2 ഒക്കെ ടൈമിലാണ് ഒരു നാടകത്തിനൊക്കെ കുറെ ചെറുതായിട്ടൊക്കെ നടന്നിരുന്നത്. അത് അഭിനയമൊന്നുമല്ല,
കട്ട പിടിക്കാനായിരുന്നു ഒരു ആഗ്രഹം. അങ്ങനെ പോയി. അതിനുശേഷമാണ് എൻ്റെ ഒരു നൈബറൊരു പയ്യൻ വന്നു. ഞങ്ങൾ മുന്നേ പാർട്ട് ടൈം ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കോളേജിലെ കുറെ ഇഷ്യൂസ് കാരണം അവൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തൊരു സിനിമാറ്റോഗ്രഫി പഠിക്കാൻ കയറി. ആ സമയത്തൊക്കെയാണ് കുറച്ച് നമുക്ക് ഈ ചെറിയ താടി മീശയൊക്കെ കുറച്ച് തുടങ്ങുമ്പോൾ ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ നമുക്ക് തമ്മിൽ തന്നെ കോൺഫിഡൻസ്. ഇവനായിട്ട് എനിക്ക് ആകെ സിനിമയായിട്ട് റിലേറ്റഡ് ഒരു കമ്പനി ആവും മാത്രമാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യുന്നുണ്ട്. അവൻ ആ വീഡിയോഗ്രാഫിയുടെ റീസിന്റെ പുറത്താണ് അങ്ങനെ ചെല്ലുന്നത്. സോ അവൻ ത്രൂ ആണ് ഞാൻ ഫസ്റ്റ് ഒരു പടത്തിലേക്ക് വരുന്നത്. അതായത് അവൻ ആ കോഴ്സ് കഴിഞ്ഞപ്പം അവർക്ക് ഈ എക്സാം പോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ഈ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചെറിയ ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞത്. സോ അവരങ്ങനെ ആ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഷോർട്ട് ഫിലിം ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഓഫ് കോഴ്സ് നമ്മളതിൻ്റെ പുറകെ പോകുമല്ലോ. അത് കഴിഞ്ഞ് അവൻ തന്നെയാണ് എനിക്കൊരു മൂവി കൊണ്ടു തന്നത്. അത് ആക്ച്വലി അത് കംപ്ലീറ്റ് ആയില്ല. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് അത് ആക്ച്വലി പറഞ്ഞ പോലെ എനിക്ക് പുറത്തേക്ക് ഒരു ചാൻസ്, വീട്ടിൽ എന്നെ പുറത്തേക്ക് തള്ളിവിടാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പുറത്തേക്ക് ഒരു ജോബ് സെറ്റായി ഈ പടവും രണ്ടും വരുന്നത് ഒരുമിച്ചായിരുന്നു. നമുക്ക് ഈ സാധനത്തോട് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. എന്തായാലും ഓഫ് കോഴ്സ് നമ്മള് സിനിമയിലെ പിടിക്കുള്ളൂ. അതും 4 നായകന്മാരുടെ ഒരു നായകനായിട്ടായിരുന്നു, 4th ഹീറോ ആയിട്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നമ്മുടെ വിനിൽ വാസു എന്നാണ് പുള്ളിയുടെ പേര്, ഡയറക്ടറുടെ. അതെന്തോ കുറച്ച് വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പടം നിന്നത്. അതാണ് എന്റെ ഫസ്റ്റ് മൂവി ആക്ട് ചെയ്യാൻ പോയത്. ഒരു ഷെഡ്യൂൾ പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിന്റെ തേടിയായിട്ടും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു പടത്തിനും ഞാൻ തേടിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എത്തി നിൽക്കുന്നു. എങ്ങനെ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്? ഓഡീഷൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓഡീഷൻ എന്ന് പറയുന്ന പരിപാടി നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല. ലക്ക് എവിടെ ഇരിക്കുന്നത്. പിന്നെ ഭൂരിഭാഗവും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓഡീഷൻ എന്ന് പറയുന്നത്. സോ ഡിപ്പെൻസ് ആണ്. ഈ ഓഡീഷൻ എന്തെങ്കിലും കിട്ടിയിട്ട് അല്ലെങ്കിൽ ആ ചാൻസ് മിസ്സാവേ അല്ലെങ്കിൽ പറ്റിക്കപ്പെടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? പറ്റിക്കപ്പെടൽ ഇതിനു വേണ്ടി നടന്നാൽ ഇത് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് അറിയില്ല എന്താണ് പ്രോസസ് എന്താണ്. ഞാൻ ഇതിന്റെ അകത്ത് എൻ്റർ ആയി. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 8 പടം ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വന്നപ്പോഴാണ് ഇത് മറ്റേ ഒരാളുടെ 100 കൊടുത്ത് ഓഡീഷൻ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല സിനിമ എന്ന് മനസ്സിലാക്കിയത്. കാരണം വെച്ചാൽ ഒരുപാട് എന്നെ പോലെ തന്നെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓഡീഷന് നടന്ന സമയത്ത് ഒരു പയ്യനുണ്ട്, അവന്റെ വീട് ട്രിവാൻഡ്രമാണ്. ഒരാഴ്ചയിൽ 6 ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 6 ഓഡീഷന് വേണ്ടി അവർ ട്രിവാൻഡ്രത്തിൽ ഇവിടെ വരെ വരും. പക്ഷെ ഇതുവരെ പുള്ളി ഒരു സാധനം ചെയ്തിട്ടില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ അവരൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നി. കാരണം വെച്ചാൽ അത്രയും എഫേർട്ട് എടുത്ത് ഒരു വരുവാണെന്ന് അവരെ വെറുതെ യൂസ് ചെയ്തിട്ട് വിടുവാണ്. അല്ലാണ്ട് ആ ഒരു സാധനം ഇപ്പം എനിക്ക് ഓഡീഷന് പോയിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്ന് പെർഫോം ചെയ്യുന്ന സാധനം ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു വല്ല എഡീസോ അങ്ങനത്തെ ചിലപ്പോൾ കണക്ഷൻസ് കിട്ടും. ഇപ്പം ഞാൻ മൂവിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഞാൻ ഇതുവരെ ഈ 8 പടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കണക്ഷൻ വെച്ചിട്ടാണ് എനിക്ക് അടുത്ത് തുടങ്ങുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സെറ്റിൽ ചെല്ലുമ്പോൾ കൂടുതൽ കമ്പനിക്ക് ടെക്നീഷ്യൻസ് അതുപോലെ അസോസിയേറ്റ്സ് ഇവരൊക്കെ നല്ല ക്ലോസ് ആയിരിക്കും. അപ്പം നമുക്ക് കമ്പനി മാത്രം പറഞ്ഞു, നമ്മൾ കൂടി എന്തെങ്കിലും ചെയ്താൽ അവർക്ക് വിളിക്കാൻ പോകല്ലോ. അപ്പൊ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആരെങ്കിലും നമുക്ക് പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ റെഫർ ചെയ്യും. നെക്സ്റ്റ് മൂവിയിലേക്ക് ചെല്ലും. ഞാനൊരു ചെറിയ പടത്തിന്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ആർട്ട് ഡയറക്ടർ ഒരു നായകനായിട്ട് പടത്തിൽ ചാൻസ് കിട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടുമ്പോൾ നമ്മള് ഒരാളിൽ കുറച്ച് കാണില്ല. കാരണം ചിലപ്പോൾ ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടാവും, പുള്ളിയായിരിക്കും നമുക്ക് അടുത്ത പടം തരുന്നത്. ഭയങ്കര ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ മൂവിയുടെ ലൊക്കേഷൻ ഒക്കെ ലൊക്കേഷൻ ഓൾമോസ്റ്റ് ഇവിടെ കൊച്ചി തന്നെയായിരുന്നു. ഐ തിങ്ക് എനിക്ക് ഇവിടെ ഒരു വീട്ടിലായിരുന്നു ഷൂട്ട്. പിന്നെ രണ്ട് വീട്ടിലായിരുന്നു ഷൂട്ട്. എനിക്ക് അത്ര ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ നല്ല ടീമായിരുന്നു. അത്യാവശ്യം ക്യാമറമാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അതായത് അശ്വതിയുടെ ഫ്രണ്ടാണ്. അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. സോ നല്ല ക്ലോസ് ഫ്രണ്ടാണ്. അവൻ വെക്കുന്ന ഫ്രെയിംസും അത്യാവശ്യം എല്ലാം നല്ലതാണ്. പിന്നെ അസോസിയേറ്റ്സ് എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം ഞാൻ വന്നപ്പോഴും 2 ടീമായിരുന്നു. ഇങ്ങനെ അവർക്ക് ഷഫിൾ ചെയ്തിറങ്ങുന്നു. സോ വന്ന ടീമൊന്നും ആരും മോശക്കാരും എന്തായാലും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മനുഷ്യനാണ്. കാരണം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയുടെ അടുത്ത് പറയാം. ഇപ്പം ഈവൻ ചില ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ഡയറക്ടേഴ്സ് ഈഗോന്റെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. നമ്മളൊരു സാധനം ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും അത് വേണ്ട. പക്ഷെ പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സാധനം സാറേ ഞാൻ ഈ സാധനം ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കംഫർട്ട് ആക്കുന്ന ഒരാളാണ്. അത് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ പറ്റിയില്ല നമുക്ക് അങ്ങനത്തെ വളരെ കുറച്ച് ഡയറക്ടേഴ്സിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് പറയുന്നത് നായകനായിട്ട് തുടങ്ങുന്നത് അതിന് ഡയറക്ടറും പുള്ളി അങ്ങനെ തന്നെയാണ്. അതായത് നമുക്കൊരു സാധനം നമുക്ക് ചെയ്യാനായിട്ടൊരു ഗ്യാപ്പ് തരും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രഷറൈസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പടം ഇങ്ങനെ റിലീസിനായിരിക്കുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്?
പ്രേക്ഷകരോട് പറയാനുള്ളത് ഉറപ്പായിട്ടും പടം പോയി കാണാം. സംഭവം ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും തരുന്നില്ല, കാരണം ചെറിയൊരു പടമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റേ ബാഹുബലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സാധനം കൊടുത്തിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തേക്കുന്ന സാധനമാണ്. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഈ ഓൺലൈൻ എന്താ പറയാ കുറെ ആൾക്കാർ തള്ളുന്ന കഥ കേട്ടിട്ട് പോയി സിനിമ കാണാണ്ടിരിക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടിട്ട് പറയുന്നുണ്ടെങ്കിൽ, കാരണം ഇന്നത്തെ എൻ്റെ ഒരു പടത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാൻ അതോടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ കയറി തള്ളി വിടുന്നതാണ്. അത് എൻ്റെ കഴിഞ്ഞ പടത്തിന് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ പടം കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും പടം കണ്ടിട്ട് മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണ്ട, അല്ലെങ്കിൽ മോശമാണെന്ന് നല്ലതാണെന്ന് പറയുന്നത് പോയി കണ്ടോ, പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒരു റിവ്യൂ കണ്ടിട്ട് ഒരിക്കലും സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന് റിവ്യൂ പറയുന്നത് ചിലപ്പോൾ അവരുടെ റിവ്യൂ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ട് റിവ്യൂ പറയുന്നതായിരിക്കാം, ഒരുപാട് നടക്കുന്നുണ്ട്. സോ പരമാവധി എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണാം. അപ്പൊ പടം വിജയകരമായിട്ട് ആശംസിക്കുന്നു. താങ്കൾക്കും നല്ല ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.